ഹായ് ഹലോ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമ്മളത് ഒന്ന് പുറത്ത് പോകട്ടെ ഞാനും മോനും കൂടി. അപ്പോൾ നമ്മൾ നേരെ എടപ്പള്ളി പള്ളിയിലാട്ടോ പോയത്. അവിടെ പോയിട്ട് നമ്മൾ അകത്തൊക്കെ പോയി പ്രാർത്ഥിച്ച ശേഷം നമ്മളിത് പുറത്ത് വന്നിട്ട് മെഴുതിരി എത്തിക്കാട്ടോ ലാസ്റ്റ്. അപ്പോൾ ഞാൻ അകത്ത് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ മെഴുതിരിയൊക്കെ എത്തിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നേ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഇടിയപ്പവും അപ്പവും നെയ്ച്ചോറാണ് കിട്ടിയത്. നെയ്ച്ചോറൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടിയപ്പം വാങ്ങി. അപ്പോൾ അവരത് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ പകുതി പണി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പകുതിയല്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നേ. സെയിം പായസമാണ്, വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ കശുവണ്ടിയും കിസ്മിസൊക്കെ വാങ്ങിക്കാൻ മറന്നു പോയതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്ത് പോയപ്പോഴാണ് അത് വാങ്ങിച്ചിട്ട് വന്നിട്ടാ. അത് വാങ്ങിച്ചത് ഞാൻ നെയ്യിൽ വറുത്ത് അതും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മളതൊക്കെ ഒന്ന് എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കണത്. അപ്പോൾ ഇവിടുത്തെ ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ അതിന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയി. ഡ്രസ്സ് ചെയ്ത് കാരണം വൈകുന്നേരം ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ കേക്ക് കട്ടിങ്. അപ്പോൾ നമുക്ക് അവിടെ എത്തണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോണ വഴിക്കാണ് എനിക്ക് കേക്ക് മേടിക്കണം, ഫുഡ് വാങ്ങിക്കാനുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് പോണ വഴിക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുക, വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കേക്ക് വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ അറേബ്യൻ പാലസിൽ പോയിട്ട് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവേ. അവിടെയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ കേക്ക് ഇതാണ് അവന് ഇഷ്ടപ്പെട്ടൊരു ബസ്സിൻ്റെ ഇതായതുകൊണ്ട് നമ്മൾ അത് തന്നെ വാങ്ങി. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ ചേച്ചിയും ചേട്ടനോട്ടോ അവൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ എന്നെ കാണുന്നില്ല. വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു എന്നെ, പക്ഷേ ഇതിവിടെ പോസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ല ഇതിനകത്ത്. അത് കഴിഞ്ഞപ്പോഴേക്കും അവനത് കേക്കൊക്കെ മുറിച്ച് അവൻ എനിക്ക് വായിൽ വെച്ച് തന്ന്. പിന്നെ ചേച്ചിക്കും ചേട്ടനും ഒക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, കാരണം എൻ്റെ മോൻ വലുതായി. കാരണം ഇന്നലെയാണ് അവനെ ഞാൻ പ്രസവിച്ചതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും കേട്ടോ. പക്ഷേ ഇന്നും എൻ്റെ മനസ്സിലവൻ എനിക്ക് കുഞ്ഞ് തന്നെയാണ്. അതിന് വലിയ കുട്ടിയായിപ്പോൾ അവനത്. അപ്പം നമ്മൾ സന്തോഷമാണ്. ഒരുപാട് എനിക്ക് സന്തോഷമുള്ള ദിവസമാണിന്ന്. പിന്നെ അവൻ്റെ അനിയത്തിമാരും ചേച്ചിയും കൂടി ഒരു കാറ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവനത് ഗിഫ്റ്റായിട്ട് അവർ കൊടുത്തു. അപ്പോൾ ഇവൻ കുറേ നാൾ മുമ്പ് നമ്മൾ എവിടെയോ പോയപ്പോൾ കണ്ടതാണ് ഈ കാറ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അത് ഇവർ ഓർത്ത് വെച്ചിട്ട് അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ നമ്മൾ അത് തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ അവർ വാങ്ങിച്ചു കൊടുത്ത്. ഇവന് കാറും ബസ്സൊക്കെയാണ് ഏറ്റവും ഇഷ്ടം ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ചത് നമ്മൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ വേറൊരു പ്ലേറ്റിലിരിക്കണോണ്ട് നോക്കണ്ട, കാരണം അതിൻ്റെ മുകളിൽ മന്തി കഴിക്കാത്തതുകൊണ്ട് ചോറാണ് കഴിച്ചത്. പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയല്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്നെ സപ്പോർട്ട്